പാലക്കാട് ബിജെപിയിൽ ഭിന്നത രൂക്ഷമാകുന്നു. പാലക്കാട്ടെ ബിജെപി നേതൃത്വത്തെ വിമർശിച്ച് നഗരസഭാ മുൻ ചെയർപേഴ്സൺ രംഗത്തെത്തി. അതേസമയം നഗരസഭയിൽ മത്സരിക്കുന്ന ബിജെപി സംസ്ഥാന ട്രഷററുടെ പോസ്റ്ററിൽ നിന്ന് ജില്ലാ അധ്യക്ഷനെ ഒഴിവാക്കി. സച്ചിൻ വള്ളിക്കാട് വിവരങ്ങൾ നൽകും. പാലക്കാട്ടെ ബിജെപിയിൽ തമ്മിലടി ഓരോ ദിവസം കഴിയുന്തോറും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ബിജെപിയുടെ പാലക്കാട്ടെ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയത്. അതിന് പിന്നാലെയാണ് മുൻ നഗരസഭാ ചെയർപേഴ്സണായ പ്രിയ അജയൻ ഇന്ന് വലിയ രീതിയിൽ ബിജെപിയുടെ പാലക്കാട് നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയും വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. പ്രധാനമായും പ്രിയ അജയൻ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് വലിയ രീതിയിലുള്ള അവഗണന കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ ബിജെപിയുടെ പാലക്കാട്ടെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന കാര്യമാണ് പ്രിയ അജയൻ തുറന്നടിച്ചത്. കൗൺസിലറായിട്ട് പോലും തനിക്ക് പ്രവർത്തിക്കാനുള്ള യാതൊരു അനുമതിയും പിന്തുണയും ബിജെപിയുടെ നേതാക്കളുടെയോ അല്ലെ കൗൺസിലർമാരുടെയോ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന കാര്യം പ്രിയ അജയൻ പറഞ്ഞു. കൂടാതെ തന്നെ അഴിമതിക്കാരിയായി ചിത്രീകരിക്കുകയാണ് ബിജെപിയിലെ ഒരു വിഭാഗം ചെയ്തത് എന്നും പ്രിയ അജയൻ തുറന്നടിച്ചിട്ടുണ്ട്. ഇത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് ഇപ്പോൾ പാലക്കാട്ടെ ബിജെപിയിൽ തന്നെ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ പാലക്കാട്ടെ ബിജെപിയിലെ തർക്കം മറ്റൊരു തലത്തിലേക്ക് കൂടെ ഇന്ന് കടന്നിരിക്കുകയാണ്. അത് പ്രധാനമായും പാലക്കാട് നഗരസഭയിലേക്ക് മത്സരിക്കുന്ന നിലവിലെ വൈസ് ചെയർമാനും ബിജെപിയുടെ സംസ്ഥാന ട്രഷററുമായ ഇ കൃഷ്ണദാസിൻ്റെ പോസ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇ കൃഷ്ണദാസിൻ്റെ പോസ്റ്ററിൽ പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനെ ഉൾപ്പെടുത്താതെയാണ് പോസ്റ്റർ അടിച്ചിരിക്കുന്നത്. അതിൽ മുതിർന്ന നേതാവ് എൻ ശിവരാജൻ, അതേപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കളുടെ ചിത്രം വെച്ചപ്പോൾ ബിജെപി ജില്ലാ അധ്യക്ഷൻ്റെ ചിത്രം ഉൾപ്പെടുത്തിയില്ല. അത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. കാരണം സി കൃഷ്ണകുമാറിനൊപ്പം നിൽക്കുന്ന നേതാവാണ് പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പാലക്കാട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി കൃഷ്ണകുമാർ പക്ഷം മാത്രമാണ് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉൾപ്പെട്ടത് എന്ന ഒരു വിവാദം ഉടലെടുത്തിരുന്നു. അതിന് എതിരെ ബിജെപിയിലെ ഒരു വിഭാഗം തന്നെ പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തു. തുടർന്ന് സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ടാണ് കൃഷ്ണകുമാർ വിരുദ്ധ പക്ഷത്തെ ഇ കൃഷ്ണദാസിനെയും അതേപോലെ തന്നെ ബിജെപിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി സ്മിതേഷിനെയും ഉൾപ്പെടുത്തിയത്. എന്നാൽ തങ്ങളെ തോൽപ്പിക്കാനുള്ള ഒരു ശ്രമം ശ്രീകൃഷ്ണകുമാറിൻ്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങൾ ആരംഭിച്ചതും വിവാദമായിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തമ്മിലടിയും തർക്കവും പാലക്കാട് നഗരസഭയിൽ നിലനിൽക്കുമ്പോൾ പാലക്കാട്ടെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ബിജെപിക്ക് സ്ഥാനാർത്ഥി പോലും ഇല്ലാത്ത അവസ്ഥയുണ്ട്. പാലക്കാട് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ 5ഓളം വാർഡുകളിൽ ബിജെപിക്ക് സ്ഥാനാർത്ഥിയില്ല. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി, അലനല്ലൂർ, കാഞ്ഞിരപ്പുഴ തുടങ്ങിയ വിവിധ പഞ്ചായത്തുകളിലും 11ഓളം പഞ്ചായത്തുകളിലും ബിജെപിക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ വേണ്ടി സാധിച്ചില്ല. അവിടെയൊക്കെ UDFനെ സഹായിക്കാനാണ് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ നിർത്താത്തത് എന്ന ആരോപണവും ഉയരുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ബിജെപിക്ക് പ്രവർത്തകർ പോലും ഇല്ല എന്നതും ഏറെ പ്രതിസന്ധി ബിജെപിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ശരി, സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിയത്.